ഈ സമയത്ത് പറയാനുണ്ട്. പുറത്തുള്ളവർ എല്ലാവരും അകത്തേക്ക് ഡാൻസാണ്. അതിന് തയ്യാറായ കുട്ടികൾ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. പരിപാടി ആരംഭിക്കുകയാണ്. നിങ്ങളുടെ നൃത്ത സംഗീത സായാഹ്നത്തിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യും. തൃശൂർ ജില്ലയിലെ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ തിരുവത്ര പ്രദേശത്തു നിന്നുള്ള ഒരു കൂട്ടം പ്രവാസികളുടെ കൂട്ടായ്മയാണ് ട്വാക്ക്. കേവലം 18 മാസം മുൻപ് രൂപം കൊണ്ട സംഘടനയിൽ ഇന്ന് 100ഓളം അംഗങ്ങളാണുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, അസുഖബാധിതരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തിന് മുഖ്യ പരിഗണന നൽകിക്കൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. സാന്ത്വനം എന്ന പേരിൽ ഇന്നിവിടെ അരങ്ങേറിയ ഈ നൃത്ത സംഗീത വിരുന്നിന്റെ ലക്ഷ്യവും ഇതുതന്നെയാണ്. ഈ കലാവിരുന്നിനെ വിജയമാക്കി തീർക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും സംഘടനയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സ്വാഗത നൃത്തം അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി സുരേഷ്, നയന പത്മരാജ്, ചന്ദ്ര രമേശ്, ശ്വേത ഉണ്ണികൃഷ്ണൻ ആൻഡ് ആരതി സുധീർ.
ഓണം
പരിപാടി നിയന്ത്രിക്കുന്നതിന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആനന്ദനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള നന്മ നിറഞ്ഞ പ്രിയരെ, ചാവക്കാട് താലൂക്കിൽ തിരുവത്ര ഗഞ്ചേരി കിളമൺകുന്ന് അതിർത്തി അത്താണി തുടങ്ങിയ പ്രദേശത്തുള്ള ഖത്തറിൽ പ്രവാസം ജീവിതം നയിക്കുന്നവരുടെ കൂട്ടായ്മയായ തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ കമ്മിറ്റി തീരുമാനപ്രകാരം നാട്ടിൽ സർവേ ചെയ്തപ്പോൾ ക്യാൻസർ അസുഖം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യം എന്ന നൃത്ത സംഗീതം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥി ഡോക്ടർ നിസാർ കോച്ചേരി, ഡോക്കയിലെ അറിയപ്പെടുന്ന അഭിഭാഷകനും നിയമ വിദഗ്ധനും പാവപ്പെട്ട പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലും പരിഹാരം കാണുന്നതിലും മുഖ്യ പങ്കുവഹിക്കുന്ന വ്യക്തി കൂടിയാണ്. പാർട്ട്നേഴ്സ് ലീഗൽ ഫാമിലിയുടെ സ്ഥാപനം കൂടിയാണ് അദ്ദേഹം. അനവധി കാരുണ്യ പ്രവർത്തനത്തിൽ നിറസാന്നിധ്യമായ അദ്ദേഹത്തെ തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡയറക്ടർ മണി ജോസഫ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവത്ര വെൽഫെയർ അസോസിയേഷന്റെ ഉപദേശക സമിതി അംഗവും ഈ പരിപാടി നിർദ്ദേശിച്ചതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുള്ള കാരുണ്യ സന്നദ്ധ സേവന പത്ര പ്രവർത്തനത്തിൽ ഖത്തറിൽ നിറസാന്നിധ്യമായ ശ്രീ ടി എൻ ബാബുരാജിനെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ മുഖ്യ അതിഥി ഉദ്ഘാടകൻ ശ്രീ നിസാർ കോച്ചേരി, തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ആനന്ദൻ, അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ശ്രീ ആർ കെ ഗഫൂർ, തിരുവത്ര വെൽഫെയർ അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഊർജം നൽകുന്ന ശ്രീ ടി എൻ ബാബുരാജ്, മറ്റു തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകരെ, വിവിധ സംഘടനാ ഭാരവാഹികളെ, ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് നിർലോഭം സഹകരിച്ച ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മറ്റു സഹോദരന്മാരെ, തിരുവത്ര വെൽഫെയർ അസോസിയേഷന്റെ ഈ പരിപാടിയിലേക്ക് ഈ സായാഹ്നത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇതിൽ കൂടിയിരിക്കുന്ന പലർക്കും തിരുവത്ര പ്രദേശത്ത് നിന്നുള്ള അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ രണ്ടു വാക്കിൽ ഞാൻ തിരുവത്ര വെൽഫെയർ അസോസിയേഷനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. തൃശൂർ ജില്ലയിലെ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള ഗ്രാമമായ തിരുവത്രയിൽ നിന്നും ഖത്തറിൽ വസിക്കുന്ന ഏതാനും പ്രവാസികൾ ചേർന്ന് രൂപം നൽകിയ കൂട്ടായ്മ ജാതി മത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ ഖത്തർ. ഏകദേശം 1.5 വർഷം മുമ്പ് ആരംഭിച്ച ഈ സംഘടന ഈ പ്രദേശത്തെ തിരുവത്ര പ്രദേശത്തെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സൗഹൃദത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ തിരുവത്ര പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ശ്രദ്ധ പതിപ്പിക്കുക എന്ന അതിന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾക്കിടയിൽ അവരുടെ സാമൂഹ്യ ക്ഷേമ രംഗത്ത് സജീവമായി ഇടപെടുന്ന പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നിസാർ കോച്ചേരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
പ്രസിഡന്റ് തിരുവത്ര വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികൾ, മെമ്പർമാർ, സുഹൃത്തുക്കളെ, ബാബുരാജ് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ഇതൊരു അഹമ്മതിയായി മാറില്ല. ഒരു കലാമേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ കലയുമായി യാതൊരു ബന്ധവുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു സിനിമാക്കാർക്കെങ്കിലും ആയിരിക്കണം ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. പിന്നീടാണ് പറയുന്നത് ഇതിന്റെ സാന്ത്വനം എന്ന് പറയുന്ന ഒരു ഘടകം ഇതിലുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഏതായാലും നമുക്കൂടെ താല്പര്യമുള്ള ഒരു വിഷയം അതിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നീട് ഇവിടെ എത്തി. ഇവിടെ ഈ നൃത്തം നടക്കുമ്പോ രണ്ടുപേരെ നിർത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് കയറുന്നപ്പോൾ എനിക്ക് തോന്നി ഇതിലൊരു നിയമത്തിന്റെ പ്രശ്നം എന്തായാലും ഉണ്ട്. അതുകൊണ്ട് എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. പിന്നെയാണ് ഞാൻ കാണുന്നത് അരുവാളുമായിട്ട് പിള്ളേർ നേർന്നപ്പോ ഏതായാലും ഞാനിവിടുന്ന് പോയാലും ശരിയാവില്ല, ഇതിൽ എന്റെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് ഞാൻ ഉറപ്പാക്കി. പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഒന്ന് വിദ്യാഭ്യാസ പ്രശ്നം, രണ്ട് ആരോഗ്യം. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങള്, വളരാനുള്ള സൗകര്യങ്ങള്, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഒരു പരിധി വരെ നേടിക്കഴിഞ്ഞു എന്ന് നമുക്ക് അവകാശപ്പെടാം. എന്നാൽ അതിലേറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യം. ഹെൽത്ത് എത്രമാത്രം നമ്മുടെ അവകാശമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 21ാമത്തെ വകുപ്പിൽ വ്യക്തിയുടെ പ്രൊട്ടക്ഷനെ സംബന്ധിച്ചും അതിന്റെ റൈറ്റ് ടു ലൈഫിനെ സംബന്ധിച്ചും വളരെ വിശദമായി പ്രതിപാദിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർണായകമായ വിധികളും നിലവിലുണ്ട്. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരന്റെ അവകാശമാണ്. അത് ഗവൺമെന്റ് ഏർപ്പെടുത്തേണ്ടതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ള നിലവാരത്തിലാണ് ഇന്ന് നിയമവ്യവസ്ഥ നിലനിൽക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സിന്റെ 25ാമത്തെ വകുപ്പിൽ 1ാം അനുച്ഛേദമായിട്ടും ചേർത്തത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, മനുഷ്യന്റെ അവകാശം. എന്തുകൊണ്ട് അവകാശമായി സംരക്ഷിക്കപ്പെടേണ്ട അവകാശമായി ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ സ്വാതന്ത്ര്യപ്പിക്കപ്പെടേണ്ട ആളുകൾക്ക് അതിനുവേണ്ട കരുത്തുണ്ടാക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള വലിയൊരു ചിന്ത അവിടെ നിക്ഷേപിക്കപ്പെടുകയാണ്. അത് തുടർന്ന് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ട സ്നേഹവും സാഹോദര്യവും എല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും. അതിനുള്ള ഈ അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ലക്ഷ്യം കാണട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ സംഗീത നൃത്ത സന്ധ്യ അതിനൊരു മുതൽക്കൂട്ടായി, അതൊരു ആഘോഷമാക്കി മാറ്റുമല്ല, അത് മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ നേരുന്നതിന് വേണ്ടി വെൽഫെയർ അസോസിയേഷൻ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ശ്രീ ആർ ടി
ഗഫൂർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയും സദസ്സിനുമുള്ള പ്രിയരെ, ഇനിയൊരു പ്രസംഗം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലല്ല നിങ്ങളെല്ലാം എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മാത്രം 2 വാക്ക് മാത്രമേ ഞാൻ പറയുള്ളൂ. 2 വാക്കിനെ പറയുള്ളൂ. ഇത്തരം കൂട്ടായ്മകൾ ഒരു പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ മൊത്തം വരട്ടെ എന്ന ഒരു ആഗ്രഹമാണുള്ളത്. ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അകമഴിയുന്ന സഹായ സഹകരണം ഉത്തരവാദിത്തം ഉണ്ടാവട്ടെ എന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സഫലീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ അസറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലാവട്ടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരേണ്ടത്. എല്ലാ ഭാവങ്ങളും നേർക്കൊണ്ട് തൽക്കാലം ഞാൻ നിർമ്മിക്കുന്നു. ജയിക്കുന്നത് അവസാനമായി പരിപാടിയിൽ ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ശ്രീ PM ബാബുരാജ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയരെ, തിരുവത്ര വെൽഫെയർ അസോസിയേഷന്റെ ഇന്നത്തെ ഈ സംഗീത സന്ധ്യ അതിലുപരി കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു കൂട്ടിയ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നു നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഖത്തറിലെ പ്രവാസികളുടെ നിയമക്കുറിപ്പുകളിൽ ഇപ്പോഴും സന്നദ്ധ സേവനത്തിന് മുന്നിട്ടിറങ്ങുന്ന ഡോക്ടർ നിസാൻ കോശിയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ എന്നെ ക്ഷണിച്ചപ്പോൾ എന്നെ കുറച്ച് ഭീഷണിയൊക്കെ പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്നായിട്ടുള്ളത്. അതിൽ വളരെ വ്യത്യസ്തമായി നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. തീർച്ചയായും കൂട്ടായ്മകൾ രോഗം പരത്താതെ കാരുണ്യത്തിൻ്റെതാവണം എന്നൊരു സന്ദേശം അവസാനം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോൾ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഹെഡ് മാസ്റ്റർ എല്ലാവരോടും ഞാൻ വളരെ നന്ദി പറയുകയാണ്. ഈ സഹായത്തിന് വളരെ അതിൻ്റെതായ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ അതിൻ്റെ സീരിയസ് ഉണ്ടാക്കുവാൻ ഇവരുടെയൊക്കെ സാന്നിധ്യം തീർച്ചയായും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകം എല്ലാവരും നന്ദി പറയുന്നത് ഞാൻ പറഞ്ഞു.